ഹായ്, വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറി പിക്സ്. ഇത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള തീയലിൻ്റെ റെസിപ്പിയാണ്. നല്ല മധുരവും പുളിയും എരിവും ഒക്കെയുള്ള വെണ്ടയ്ക്കായും ഉള്ളി ഇട്ട് വെച്ചിട്ടുള്ള തീയൽ നമ്മുടെ ഫേവറേറ്റ് ആണ്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അതിനായിട്ട് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം. ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ തിരികിയ തേങ്ങയായാലും മതി, കുറച്ച് സമയം എടുക്കുമെന്നുള്ളതേ ഉള്ളൂ. ഇതിലോട്ട് കുറച്ച് ഇഞ്ചിയും കറിവേപ്പിലയും ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതോടൊപ്പം കുറച്ച് കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മുഴുവനത്തെ ഉള്ളത് ഒരു ടീസ്പൂണൊക്കെ മതി. അപ്പോൾ ചെറിയ തീയിലിതായി ഇതുപോലൊരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2.5 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയെക്കാട്ടിലും കുറച്ച് കൂടുതൽ വേണം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു മിനിറ്റ് ഇതൊക്കെ ഒരു നല്ല മണം വരുന്നിടം വരെ ഒന്ന് ചെറിയ തീയിൽ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം വെണ്ടയ്ക്ക അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മൂക്കാത്ത വെണ്ടയ്ക്ക കഴുകി തുടച്ച് അരിഞ്ഞെടുത്തതാണ്. ഇതൊരു 1-2 മിനിറ്റ് ആ വഴുവഴുപ്പ് പോകുന്നിടം വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം എണ്ണയിൽ. അതിനുശേഷം നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. 200 ഗ്രാം കൊച്ചുള്ളി ഉണ്ട്. നമ്മുടെ കൊച്ചുള്ളിയാണ് ഇതിൻ്റെ അകത്ത് ആ മധുരമൊക്കെ ആഡ് ചെയ്യുന്ന ഘടകം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മാത്രം മതി. അത് നല്ല പച്ച മണം പോകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതുപോലെ തന്നെ കൊച്ചുള്ളിയും നല്ലപോലെ വഴറ്റിയെടുക്കണം. നല്ലൊരു നേർത്ത് വരണം. എന്നാൽ മാത്രമേ ആ ഒരു മധുരമൊക്കെ നമ്മുടെ തീയലിനെ കിട്ടത്തുള്ളൂ. ഉള്ളിയൊക്കെ വഴണ്ട് നല്ല ട്രാൻസ്ലൂസൻ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളിതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കാം. നല്ല മഷി പരുവത്തിന് വെള്ളം ചേർക്കാതെ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഇനി ആ അരപ്പും കൂടി ഇതിലോട്ടിട്ട് മിക്സി കഴുകിയ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാം നല്ലപോലെ ഇളക്കി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചത് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ തീയലിൽ നല്ല എരിവും മധുരവും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. മധുരം കുറവായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കരയോ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ തീയലിനിപ്പോൾ എന്തായാലും നല്ല മധുരമൊക്കെ ഉണ്ട്. നമ്മൾ നല്ല ഉള്ളിയൊക്കെ നല്ലപോലെ വഴറ്റിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. നല്ല തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഓഫ് ചെയ്ത് വെക്കാം. കുറച്ച് കഴിയുമ്പോൾ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തീയലാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയുക. വീണ്ടും കാണുന്നവരേക്കും ബൈ.